ചിറ്റൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആൻമരിയ സണ്ണി കൂടി ചേരുകയാണ്. ആൻമരിയ, ഹൃദ്യമായ വിഷു ആശംസകൾ. ആൻമരിയയ്ക്ക് ഇരട്ടി മധുരമാണ്. ആൻമരിയയും സജീഷും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഡബിൾ വിഷു ആശംസകൾ. അവിടെ ചിറ്റൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ എങ്ങനെയാണ്? ഭക്തരുടെയൊക്കെ വരവ് ഒരുപാട് പേരെത്തുന്നുണ്ടോ? പ്രവിധ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അതോടൊപ്പം തന്നെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ പെരിയാറിന്റെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതിപുരാതനമായ ക്ഷേത്രമെന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് തന്നെ. ഇവിടെ അതിരാവിലെയോടുകൂടി തന്നെ പുലർച്ചയോടുകൂടി തന്നെ കണി കണ്ടുണരാൻ വേണ്ടിയിട്ട് മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള നിരവധി ആളുകളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരു നീണ്ട ക്യൂ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത് കണി കണ്ട് അത് മേൽശാന്തിയിൽ നിന്നും കൈനീട്ടമൊക്കെ വാങ്ങി പ്രസാദമൊക്കെ വാങ്ങി ഇനി വരുന്ന ഈ ഒരു കാലം അത് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകളായിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടു കൂടിയൊക്കെ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകളുടെ ഒരു നീണ്ട നിരയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ചേട്ടാ, വിശ്വാസംസകൾ എങ്ങനെയുണ്ട്? വിഷു ഇത്തവണത്തെ വിഷു എങ്ങനെയുണ്ട്? വീട്ടിൽ കണിയൊക്കെ അവിടെ കണി കണ്ടതിന് ശേഷം കൃഷ്ണനെ കാണാനെത്തി. ഇത്തവണ സദ്യ ചെയ്യുന്നുണ്ട്. ഗ്യാസിന്റെ പ്രശ്നം അതുണ്ട്. അത് വിഷുവിനെ കുറച്ചൊക്കെ ബാധിക്കും. പണം കാടാളെ കടച്ചല്ല. അങ്ങനെ തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും വലിയ വിശ്വാസത്തോടു കൂടിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. പുലർച്ചയോടുകൂടി തന്നെ കണി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ക്ഷേത്രനടയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കണി കണ്ടതിന് ശേഷം അത് മേൽശാന്തിയിൽ നിന്നും കൈനീട്ടമൊക്കെ വാങ്ങി പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും ആളുകളൊക്കെ മടങ്ങുന്നത്. നമ്മൾ ഏകദേശം ഒരു 5:45 സമയത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നതാണ്. ആ സമയം മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ് ഈ നീണ്ട നിര എന്ന് പറയുന്നത്. ആ നിരയ്ക്ക് യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരാൾ കണി കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനിടയ്ക്കായിട്ടുള്ള ആളുകളാണ് വീണ്ടും വീണ്ടും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിലൊക്കെ കണിയൊക്കെ ഒരുക്കി, കണിവെള്ളരിയൊക്കെ ഒരുക്കി കൃഷ്ണന്റെ മുൻപിൽ വിഭവസമൃദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയതിന് ശേഷം അവിടെ കണി കണ്ട് കുട്ടികളെയൊക്കെ കണി കാണിച്ചുകൊണ്ട് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി സന്ധ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ആദ്യഘട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ക്ഷേത്രനടയിലേക്ക് കൃഷ്ണനെ കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ആളുകളാണിത്. ചേച്ചി, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എങ്ങനെയുണ്ട് വിഷു ഒക്കെ? ഇത്തവണത്തെ വിഷുവിന് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ്. എല്ലാവരും വലിയ ആഘോഷത്തിലാണ്. ഈ സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ, ഐശ്വര്യത്തിന്റെ നാളുകൾ, പ്രതീക്ഷയുടെ നാളുകളിലേക്ക് അങ്ങനെ മലയാളികൾ എല്ലാവരും ഒന്നു ചേർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന ചിറ്റൂർ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ശ്രീ ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്. ഇനി കോഴിക്കോടേക്ക് പോവുകയാണ്. അവിടെ തളിയിൽ ക്ഷേത്രത്തിൽ നിന്ന് അനീഷ് ദേവസിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഹാപ്പി വിഷു. അപ്പോൾ തളിയിൽ ക്ഷേത്രവും ഈ പറഞ്ഞതുപോലെ വിഷുവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരുപാട് ഭക്തർ എത്തിച്ചേർന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ അവിടെ എത്രത്തോളം ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്? അപ്പം തന്നെ എന്തെങ്കിലും പ്രത്യേക പൂജകൾ അവിടെ ഉണ്ടോ? പ്രവിധ, ഏതായാലും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രത്യേകമായ മറ്റൊരു വിഷുപ്പുലരിയുടെ പുലർന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടിന്റെ ആത്മീയ ചൈതന്യമായ തളി മഹാശിവക്ഷേത്രത്തിന് മുന്നിലാണ്. പുലർച്ചെ മുതൽ തന്നെ ഭക്തരുടെ വലിയൊരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഭഗവാനെ തൊഴുതും വിഷുക്കണി കണ്ടും പുതുവർഷം ആരംഭിക്കാൻ നിരവധി ഭക്തരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വീട്ടിലൊരു മുതിർന്ന അംഗത്തിന്റെ കയ്യിൽ നിന്നും കൈനീട്ടം ശേഖരിച്ച് പുതുവർഷത്തിൽ ഐശ്വര്യം കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഭക്തർ. ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കുന്നുണ്ട്. ഒപ്പം തളിയിലെ ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെ വിഷുവിനൊരു പ്രത്യേക ചന്തം തന്നെ നൽകുന്നുണ്ട്. ചേട്ടാ, വിഷുവൊക്കെ എങ്ങനെയുണ്ട്? വളരെ വളരെ നല്ല പ്രോസ്പറസ് വിഷുവാണ് ഇക്കുറി. എല്ലാ ഭക്തജനങ്ങളും ഇവിടെ ഒഴുകിയെത്തുന്നുണ്ട്. വളണ്ടിയർ കമ്മിറ്റി നിയന്ത്രിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. വളരെ പ്രയാസമുണ്ട് നിയന്ത്രിക്കാൻ. അത്രയും ഭക്തജനങ്ങൾ വിഷു കൈനീട്ടവും വീട്ടിൽ നിന്ന് കാരണവന്മാരുടെ അടുത്തൊക്കെ വാങ്ങിയിട്ട് വളരെ ശിവക്ഷേത്രത്തിൽ വന്ന് കൃഷ്ണനെയും തൊഴുതുകൊണ്ട് ആഹാരവും കഴിച്ച് പോവാനുള്ള പുറപ്പാടിലാണ്. പ്രവിധ, അതുപോലെയാണ്. ഏതായാലും വരും മണിക്കൂറുകളിലും വലിയൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നതാണ് സംഘാടകർ പറയുന്നത്. ഏതായാലും എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വിഷു ആശംസിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.